ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഗാന്ധിഗ്രാം ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനിവിടെ വിളിച്ചിരിക്കുന്നത്. ഗാന്ധിഗ്രാമിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിലും വളരെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ പിന്തുണ നിങ്ങൾ നൽകിയിരുന്നു. അതിലുള്ള സന്തോഷം കൂടി ഈ വേളയിൽ രേഖപ്പെടുത്തുകയാണ്. ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടി മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും മറ്റ് സമുദായ സംഘടനകളുടെയും എല്ലാ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെയും ഈ നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സന്ദർഭം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായ കടയ്ക്കൽ തമ്പുരാട്ടിയുടെ കടയ്ക്കൽ തിരുവാതിര മഹോത്സവം സമാഗമമായിരിക്കുകയാണ്. 21-ന് കടയ്ക്കൽ തിരുവാതിര ആരംഭിക്കുകയാണ്. അത്രയും ഈ കടയ്ക്കൽ തമ്പുരാട്ടിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഈ പത്രസമ്മേളനം നടത്തുന്ന ഈ നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈ നാട്ടിലെ വർഷങ്ങളായിട്ടുള്ള രണ്ട് ആവശ്യങ്ങളുണ്ട്. ഒന്ന് ജഡായു ടൂറിസം പദ്ധതി. അത് 2004-ൽ അന്ന് ഇവിടെ MLA ആയിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA ഇവിടെ സ്വപ്ന പദ്ധതിയായിട്ട് അദ്ദേഹം വിഭാവന ചെയ്ത് നടപ്പിലാക്കിയ ഒരു പ്രൊജക്റ്റാണ് ജഡായു ടൂറിസം പ്രൊജക്റ്റ്. ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ഓരോരുത്തരും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടന്നു വരുന്നത്. ആ പ്രൊജക്റ്റ് അദ്ദേഹം മിൽമ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചപ്പോൾ, ഇന്തോനേഷ്യയും സിംഗപ്പൂരും തുടങ്ങി ജപ്പാനും പല രാജ്യങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ അദ്ദേഹം പലയിടത്തും കണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കണ്ട ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ നാട്ടിലും ഇങ്ങനെ ഒരു ടൂറിസം പ്രൊജക്റ്റിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം MLA ആയപ്പോൾ ഗവൺമെന്റിന് അങ്ങനെ ഒരു പ്രൊജക്റ്റ് സമർപ്പിക്കുകയും അത് ഞാൻ അത്രയും ഊന്നി പറയുവാനുള്ള കാരണം, ഞാൻ ഇന്ന് തിരുവനന്തപുരം ലോ കോളേജിലെ വിദ്യാർത്ഥിയായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരു KSU പ്രവർത്തകനായി ലോ കോളേജിലെ വിദ്യാർത്ഥിയായി ഒക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്നുള്ള MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ പല വികസന പരിപാടികളിലും ഭാഗവാക്കാവുവാനും അദ്ദേഹത്തിന് സഹായകരമായും നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിഭാവന ചെയ്ത പദ്ധതികളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹം വിഭാവന ചെയ്ത് 2004-ൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ലാൻഡ് കൈമാറുകയും 65 ഏക്കറാണ് അന്ന് ഈ ജഡായു ടൂറിസം പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കൈമാറിയത്. അത് 2005-ൽ അന്നത്തെ കേരളത്തിലെ ടൂറിസം വകുപ്പ് മിനിസ്റ്ററായിരുന്ന ശ്രീ KC വേണുഗോപാലാണ് ആ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉണ്ടായിരുന്ന പല മാധ്യമപ്രവർത്തകർക്കും ഇത് അറിയാവുന്ന സംഭവമാണ്. അതുപോലെ അതിനുശേഷം ഗവൺമെന്റ് മാറുകയും അത് 30 വർഷത്തേക്ക് BOT വ്യവസ്ഥയിൽ ആ പ്രൊജക്റ്റ് കൈമാറപ്പെടുകയും ഇന്ന് ആ പ്രൊജക്റ്റിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിക്ഷേപകർ, പല സ്വകാര്യ അതിന് ശില്പിയായിട്ട് വന്ന ഒരു വ്യക്തി ആ പ്രൊജക്റ്റ് കൈമാറി സ്വകാര്യ നിക്ഷേപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രൊജക്റ്റ് മാറ്റപ്പെടുകയും അത് ഇന്ന് വലിയ തർക്കങ്ങൾ, അത് വിഭാവനം ചെയ്ത രീതിയിൽ ഒന്നും പൂർത്തീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ അത് തുടരുകയാണ്. തൊഴിൽ തർക്കങ്ങൾ, തൊട്ടടുത്തുള്ള ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പല പ്രദേശത്തെയും ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം, അതുപോലെ മാറ്റുടാമ്പാറ ടൂറിസം, തങ്ങൾ വെള്ളച്ചാട്ടം, അതേപോലെ മീൻമുട്ടി വെള്ളച്ചാട്ടം, കുടുക്കത്തുപാറ, അങ്ങനെ പല പദ്ധതികളും ഓയിൽ പാം, ചിതറ ഓയിൽ പാം, അങ്ങനെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലെയും ടൂറിസം സാധ്യതയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു വികസന പദ്ധതിയായി അതിനെ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി, ഒരു തീർത്ഥാടന കേന്ദ്രമായി, തീർത്ഥാടന ടൂറിസത്തിന് ഇന്ത്യയിൽ താജ്മഹൽ പോലെയൊക്കെ
ഒരു പ്രശസ്തമായ ടൂറിസം സ്പോട്ടായി, തീർത്ഥാടന ടൂറിസത്തിന്റെ സ്പോട്ടായി വികസിപ്പിക്കത്തക്ക രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്ത് ആരംഭിച്ചത്. ഇന്നത് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കുറച്ച് തീർത്ഥാടകർ വരുന്നു. പക്ഷെ അതിന്റെ പണി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. 2005 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി 2026 ആയിട്ടും എങ്ങും എത്താത്ത സ്ഥിതിയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ആദ്യമേ ഇത് എങ്ങനെ ആരംഭിച്ചോ, വിഭാവന ചെയ്യപ്പെട്ടോ, അതുപോലെ ഇതൊരു കമ്പനിയോ, ഗവൺമെന്റ് കീഴിലുള്ള കമ്പനിയോ കോർപ്പറേഷനോ രൂപീകരിച്ചുകൊണ്ട് ജഡായു ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിന്റെ ചടയമംഗലം മാത്രമല്ല, തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശങ്ങൾക്കും വികസനം എത്തിക്കത്തക്ക രീതിയിൽ അതിലൊരു വികസനം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണം. അതിന് ഗവൺമെന്റിന് ശ്രദ്ധ ക്ഷണിക്കുന്നതോടൊപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് താലൂക്ക് വിഭജനം എന്നത്. വർഷങ്ങളായി ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പറഞ്ഞു കേൾക്കുന്ന സംഭവമാണ് താലൂക്ക്. അത് എവിടെയാണെന്ന് പറയാനുള്ള നിലപാടോ അഭിപ്രായം പോലും പല രാഷ്ട്രീയക്കാരും പുലർത്താത്ത ഒരു സംഭവമാണ്. ഞാൻ തുറന്നു തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ജഡായു ടൂറിസം പദ്ധതി കൊണ്ട് ചടയമംഗലം വികസന പാതയിലേക്ക് പോകുമ്പോൾ അതോടൊപ്പം തന്നെ വികസന പാതയിലേക്ക് എത്തേണ്ടതും അതിന് സൗകര്യങ്ങളുള്ളതും അതിനുവേണ്ടി സിവിൽ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ടുള്ളതും മറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും ജില്ലാ സീഡ് ഫാം ആണെങ്കിലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊണ്ട് ഒരു ഓഫീസ്, താലൂക്ക് കോടതിയാണെങ്കിലും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കൊണ്ടും അതിനുവേണ്ടി സജ്ജമാക്കിയിട്ട് അന്നും പ്രയാർ അതും വിഭാവന ചെയ്തിരുന്നതാണ് കടക്കൽ താലൂക്ക് എന്നുള്ളൊരു സ്വപ്നം. ആ സ്വപ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം. അതിൽ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. 27 വില്ലേജുമായിട്ടാണ് കൊട്ടാരക്കര താലൂക്ക് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചിതറയിലെ ഒരു കിഴക്കൻ പ്രദേശത്ത് നിന്ന് കൊട്ടാരക്കര വരെ ഒരാവശ്യത്തിന് പോയി വരുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. കുമ്മളുള്ളയും കടക്കലും ഒക്കെ ഉള്ള ഒരാള് കൊട്ടാരക്കര വരെ പോകേണ്ട ഒരു അവസ്ഥയില്ല. എന്നാൽ തൊട്ടടുത്ത് പുനലൂരും പത്തനാപുരത്തും കുന്നത്തൂരും ഒക്കെ 7 വില്ലേജുകൾ കൊണ്ട് ഒരു താലൂക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പത്തനാപുരത്തും അവിടെയുള്ള നിലവിലുള്ള വിജയിച്ച ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും ഒക്കെ സ്വാധീനം കൊണ്ട് അവിടെയും താലൂക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചടയമംഗലത്തൊരു താലൂക്ക് ഉണ്ടാക്കാൻ ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ശ്രമങ്ങൾ ഉണ്ടാകണം. അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ 2 പ്രശ്നങ്ങളും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് 23-ാം തീയതി ഫെബ്രുവരി 23 തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഗാന്ധിഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുകയാണ്. സമരമല്ല, ശ്രദ്ധ ക്ഷണിക്കലാണ്. ഇങ്ങനെയുള്ള 2 വിഷയങ്ങളും ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുകയാണ്. ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വികസനം ആഗ്രഹിക്കുന്നവരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സമുദായ നേതാക്കളുടെയും എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാകണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുകയോ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ മറുപടിയും പറഞ്ഞു പോകേണ്ട വിഷയങ്ങളല്ല. ഇത് രണ്ടും രാഷ്ട്രീയക്കാരുടെ ഇടപെടലും സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും പറയുകയും നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റവും കൂടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകണം. താലൂക്ക് വേണം എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഗാന്ധിഗ്രാമിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കും എൻ്റെ അഭിപ്രായം. അതോടെ ടൂറിസം പ്രൊജക്ട് കൊണ്ട് അത് വികസിച്ച് വരുമ്പോൾ ഏറ്റവും തിരക്കേറിയതും വാണിജ്യ പ്രധാനമുള്ളതുമായ ഒരു പട്ടണമായി ചടയമംഗലം മാറും എന്നതുള്ളത് യാതൊരു സംശയവുമില്ല. അത് വിഭാവന ചെയ്യപ്പെട്ട രീതിയിൽ അതിന്റെ പണി കഴിപ്പിച്ച് ഗവൺമെന്റ് ഏറ്റെടുത്ത് കമ്പനി രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അതിന് വേണ്ട പബ്ലിസിറ്റി കൊടുക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ സ്പോട്ടായി താജ്മഹൽ പോലെയും നോർത്ത് ഇന്ത്യയിലുള്ള പല സംഭവങ്ങൾ പോലെയും ഒക്കെ ജഡായുവിന് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഹിന്ദു മിത്തോളജി പ്രകാരം ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു ഇതാണ് ജഡായു. അതിന് ആ പ്രാധാന്യം കിട്ടും. അപ്പോൾ തന്നെ വാണിജ്യപരമായി അവിടെ ചടയമംഗലം വികസിക്കുമ്പോൾ കടക്കൽ ഓഫീസുകൾക്ക് സജ്ജമാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് ആ രീതിയിൽ വികസിപ്പിക്കേണ്ട സംഭവമാണ്. നമ്മൾ അത് തുറന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. എനിക്കറിയാം പ്രയാർ ഗോപാലകൃഷ്ണനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഓരോ പ്രദേശത്തെയും വികസനങ്ങൾ വിഭാവന ചെയ്തതും നടപ്പിലാക്കിയതും വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്.
ചടയമംഗലത്ത് ഇത്തരമൊരു വികസന സാധ്യത ഉണ്ടെന്നും ആരും ശ്രദ്ധിക്കാതെ ഒരു വലിയ പാറയായിട്ട് ജഡായുവിന്റെ ചുണ്ട് ഉരഞ്ഞൊരു ഗർത്തമുണ്ടായി അങ്ങനെ പ്രാധാന്യമായി ഒരു ആരാധനാ ക്ഷേത്രവും ഉള്ള ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത്തരമൊരു ടൂറിസം പ്രൊജക്റ്റായി വിഭാവന ചെയ്യപ്പെട്ടിരുന്ന ഒരാള് ചടയമംഗലത്തെ മറ്റ് പ്രദേശങ്ങളെ എല്ലാം അതേ രീതിയിൽ വികസന സ്വപ്നങ്ങളുമായി പല പദ്ധതികളും നടപ്പിലാക്കിയിരുന്നു. മിനി സിവിൽ സ്റ്റേഷന്റെ ഐഡിയ ആണെങ്കിലും ഫയർ സ്റ്റേഷൻ ആണെങ്കിലും മറ്റു പല പദ്ധതികളും എല്ലാം ഇങ്ങനെ വിഭാവന ചെയ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് തുറന്നു തന്നെ പറയാൻ അവിടെ വാണിജ്യപരമായും തീർത്ഥാടനപരമായും വിനോദസഞ്ചാര കേന്ദ്രമായും ഒക്കെ അവിടെ വികസിക്കുമ്പോൾ ഓഫീസും മറ്റ് സംവിധാനങ്ങളും ഒരുക്കേണ്ടത് കടക്കൽ പോലുള്ള സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും കടക്കൽ തമ്പുരാട്ടിയുടെ മണ്ണ് എന്നുള്ള നിലയ്ക്കും കടക്കൽ ആണ് അത് താലൂക്കായി പ്രഖ്യാപിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ മിനിസ്റ്റർക്കും ഇവിടെ പ്രദാനം ചെയ്യുന്ന ജനപ്രതിനിധിയുടെയും ശ്രദ്ധയിൽ നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നത്. നമ്മൾ ആ നിവേദനം അവരുടെ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനും നമ്മൾ ഈ ശ്രദ്ധ ക്ഷണിക്കൽ നമ്മൾ ആദ്യത്തെ ഇത് സംബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ്. അതാണ് ഒരു സമരമായിട്ടോ അല്ലെങ്കിൽ ധർണയായിട്ടോ നടത്താതെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്കും രാഷ്ട്രീയ സംഘടനകളുടെയും ശ്രദ്ധയിലേക്ക് ഈ സംഭവം ഇങ്ങനെ ഈ പ്രാധാന്യം അറിയിക്കുന്ന സംഭവത്തിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് നമ്മൾ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ജനാധിപത്യ ബോധമുള്ള സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ പിന്തുണയിലും ഒക്കെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്.